മാങ്കൂട്ടത്തിൽ MLA യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കാനാകാതെ ക്രൈംബ്രാഞ്ച്. ഇരകളായ യുവതികളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. മൂന്നാം കക്ഷികളായ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് ഇതുവരെയും സാധിച്ചിട്ടുള്ളത്. നടി റിനിയുടെ വെളിപ്പെടുത്തൽ ഗർഭചിത്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദരേഖ. ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിനും ബാലാവകാശ കമ്മീഷൻ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ക്രൈംബ്രാഞ്ച് തീരുമാനം. കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസങ്ങളായിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇരയാക്കപ്പെട്ട യുവതികളുടെ മൊഴിയെടുത്ത് കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിട്ടത്. എന്നാൽ മൊഴി നൽകാൻ യുവതികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. കേസുമായി മുന്നോട്ടു പോകാനുള്ള താല്പര്യക്കുറവും അടുത്ത ബന്ധമുള്ളവരോട് യുവതികൾ പങ്കുവച്ചതായും വിവരമുണ്ട്. മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ച റിനിക്കും ആവന്തിക്കും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല. ഈ സാഹചര്യത്തിൽ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും ക്രൈംബ്രാഞ്ചിന്. ആരോപണത്തിന് പിന്നാലെ രാഹുലിനെ ഈ തിരുവോണം, ഈ 2025 തിരുവോണം രാഹുൽ മാങ്കൂട്ടം അങ്ങ് തൂക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം അങ്ങ് തൂക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് മറക്കാൻ കഴിയാത്ത തിരുവോണമായിരിക്കും ഈ 2025 തിരുവോണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ FBയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വാർത്തകളും പോലീസ് റിപ്പോർട്ടുകളും ഒക്കെ അനുസരിച്ച് പോലീസ് നട്ടം തിരിയുകയാണ്. അതായത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും, അന്വേഷണവുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, അന്വേഷണവുമായിട്ട് എന്ത് ചെയ്യും, എന്തൊക്കെയാണ് ഇനി കണ്ടെത്തുക, എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഒരു പിടിപാടുമില്ലാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ പോലീസ് നട്ടം തിരിയുകയാണ്. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, സഖാക്കളുടെ കണ്ണിലെ കരടായ ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ആഞ്ഞടിക്കുകയും അവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കുകയും അവരെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇങ്ങനെ ഒരു MLA-ക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഈ ആരോപണത്തിന്റെ നിജസ്ഥിതിയും ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളും അത് മറ്റൊന്നാണ്. അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, അത് കെട്ടിച്ചമച്ചതാണ്, അത് ഫാബ്രിക്കേറ്റഡ് ആണ്, അത് ഡെവലപ്ഡ് സ്റ്റോറികളാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ആരോപണം ഉന്നയിച്ചവർ അവർ ഒരു പരാതി നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പരാതി നൽകിയവരാവട്ടെ നല്ല മൂത്ത സഖാക്കളും. പരാതി നൽകിയവർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ അവരാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളെ എന്നോ അല്ല, അവർ ഒരു തേർഡ് പാർട്ടി, ഒരു മൂന്നാം വിഭാഗം, അങ്ങനെയുള്ള ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയതാവട്ടെ ഒന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, മറ്റൊന്ന് ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്, മറ്റൊന്ന് ഒരു കേസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതാണ്. ഈ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുക എന്ന് പറയുമ്പോൾ അത് P ശശിയുടെ കാര്യത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന കണ്ടില്ല, PK ശശിയുടെ കാര്യത്തിൽ കണ്ടില്ല, മുകേഷിന്റെ കാര്യത്തിൽ കണ്ടില്ല, AK ശശീന്ദ്രന്റെ കാര്യത്തിൽ കണ്ടില്ല, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ കണ്ടില്ല, ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ കണ്ടില്ല. അങ്ങനെ ഇവരുടെ ആരുടെയും കാര്യത്തിൽ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവിടെ എവിടെയും വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നത് കണ്ടില്ല. എന്താണെങ്കിലും ഈ കേസ്, ഇത്തരത്തിലൊരു കേസ് ഉയർന്നു വന്ന പരാതികൾ എന്ന് പറയുന്നത് അത് മാർക്സിസ്റ്റുകാരുമായിട്ടുള്ള, CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള, CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള, അങ്ങനെ CPM-ന്റെ ആളുകളുമായിട്ടുള്ള സഖാക്കളായിട്ടുള്ള പലരിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന പരാതികളാണ്. ഈ പരാതിയിന്മേൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ പോലീസ് അവിടെ സ്റ്റക്കായി പോയി എന്നുള്ളതാണ്. അതായത് പോലീസ് വലിയ പ്രതിസന്ധിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ആരോപണങ്ങളിൽ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗർഭമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അബോർഷൻ ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ, ഇവരിൽ നിന്നൊന്നും മൊഴിയെടുക്കാൻ കഴിയുന്നില്ല. അതായത് അങ്ങനെ ഒരാളുകളെ ഇല്ല, അങ്ങനെ ആളുകളെ കണ്ടെത്താൻ പോലും പോലീസിന് കഴിയുന്നില്ല. അങ്ങനെ പോലീസിന് അത്തരത്തിൽ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച ഒരു FIR ഉണ്ട്. അതിൽ ഈ ഇരകളുടെ പേരുണ്ടാകുമായിരുന്നു, അവരുടെ അഡ്രസ് ഉണ്ടാകുമായിരുന്നു, അവരുടെ മേൽവിലാസം ഉണ്ടാകുമായിരുന്നു, അവരുടെ
എന്താ പറയേണ്ടത് വയസ്സ് കാര്യങ്ങൾ അങ്ങനെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഐഡന്റിഫിക്കേഷന്റെ കാര്യങ്ങളും കോടതി റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടതായിരുന്നു. അവിടെ ഒന്നും അതില്ലായിരുന്നു. അപ്പോ ഇത്തരം ഒരു ഘട്ടത്തിൽ പോലീസ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതായത് പിന്നെ ആരോപണം ഉന്നയിച്ച ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് റിനി ആൻഡ് ജോർജ് ആണ്, പിന്നെ മറ്റൊന്ന് അവന്തികയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു ആരോപണം സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും മാധ്യമങ്ങളെ കണ്ട് ആരോപണം ഉന്നയിച്ചു എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇവർ ആരും ഒരുക്കമല്ല. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഇത് ഒഫീഷ്യലി അല്ലെങ്കിൽ ഇതൊരു നിയമ നടപടിയായി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർ അതിനുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. തെളിവുകൾ ഹാജരാക്കാനോ ഒന്നും ഇവരുടെ കൈകളിലില്ല. ഇവർ നാവ് കൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും നാവ് കൊണ്ട് എനിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചും എവിടെ വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നുള്ളതാണ്. ബട്ട് ഇതൊരു പരാതിയായി അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ തെളിവുകൾ വേണമെന്നുള്ളതാണ്. ഈ റിനിയുടെ പക്കലും ഈ അവന്തികയുടെ പക്കലും അത്തരത്തിൽ ഒരു തെളിവുകളില്ല. കാരണം ഇവർ സാങ്കല്പിക ഇരകളാണ്. ഇവരെ ഇത്തരത്തിൽ പരാതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി മറ്റു ചിലരുടെ സമ്മർദ്ദങ്ങളും ഗൂഢാലോചനകളും കാരണം ഇവരെ അങ്ങനെ സാങ്കല്പിക ഇരകളായി വാർത്തെടുത്തതാണ്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഇവർ ഉണ്ടാക്കിയെടുത്ത ഈ കാര്യങ്ങളിൽ ഇവർക്ക് തെളിവുകൾ ഇല്ലാത്തത് കാരണം ഇവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നുമില്ല. പോലീസ് ഇവരെ സമീപിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അങ്ങനെ ഒരു മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ ഇതൊരു ഒഫീഷ്യൽ പരാതിയായിട്ട് പരാതിപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും ഇവർ രണ്ടുപേരും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇരകളില്ലാതെ ഇങ്ങനെ തേർഡ് പാർട്ടി ആയിട്ടുള്ള പുറമെ നിന്നുള്ള കേസുമായി ബന്ധമില്ലാത്ത പലരും നൽകിയ പരാതിയുടെ പേരിൽ പോലീസ് എടുത്ത കേസ്, ആ കേസ് അത്തരത്തിൽ അവരുടെ മൊഴികൾ മാത്രം വെച്ചുകൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? ഇരകൾക്ക് പരാതിയില്ല, തെളിവുകളില്ല, ശാസ്ത്രീയമായ തെളിവുകളില്ല, ഒന്നുമില്ല. കാരണം പോലീസിന് ഇപ്പോഴും മാധ്യമങ്ങൾ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊട്ടിഘോഷിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ വേണ്ടി പുറത്തുവിട്ട ഈ ഓഡിയോ ക്ലിപ്പുകൾ, അതുപോലെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടത് അതത്രയും എന്തായിരുന്നു എന്നുള്ളതാണ്. അത് എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്, അതിൽ പലതും AI ജനറേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇങ്ങനെ അത് പോലീസിന് തന്നെ മനസ്സിലായിരിക്കുകയാണ്. പോലീസ് ഇതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണങ്ങൾ നടത്താതെയോ അല്ലെങ്കിൽ നടപടികൾ എടുക്കാതെയോ വെറുതെ ഇരിക്കുകയില്ല. കാരണം പോലീസിന് മേൽ അത്രയധികം സമ്മർദ്ദമുണ്ട്. സമ്മർദ്ദം എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണണം. എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേരിൽ പോലീസ് എല്ലാവിധ അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. അത് ശാസ്ത്രീയമായി അത് രാഹുലിൻ്റെതാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സാധിച്ചാൽ മാത്രമേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം അതല്ലാത്ത പക്ഷം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതിയിൽ പോലീസിന് വലിയ തിരിച്ചടികളാവും. എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അയാളുടെ അടൂരിലെ വീട്ടിലുണ്ട്. എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷക്കോ നിൽക്കാതിരിക്കുന്നത്? കാരണം ഇതിൽ പരാതിയില്ല, തെളിവുകളില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. മുകേഷ് ഒളിവിൽ പോയി. മുകേഷ് എവിടെയാണെന്ന് മാധ്യമങ്ങൾ അന്വേഷണം നടന്നിട്ട് മുകേഷിനെ വട്ടമിട്ട് നോക്കിയിട്ട് മഷിയിട്ട് നോക്കിയിട്ട് മുകേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തി. ഇതൊക്കെ മുകേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തേ ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകാതിരിക്കുന്നത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. പോലീസിന് രാഹുലിനെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം, ഈ തിരുവോണം 2025 തിരുവോണം 2025 തിരുവോണം എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് പറയാനുള്ള കാരണം അയാൾ തൂക്കി എന്നുള്ളതാണ്. അയാളെ വേട്ടയാടിയവർക്ക് മുന്നിൽ അയാൾ തിരിച്ചു വരവിനൊരുങ്ങുന്നു. മാത്രവുമല്ല ഇപ്പോ സോഷ്യൽ മീഡിയകളിലും അതല്ലാതെ പൊതു അഭിപ്രായത്തിലും ഈ എന്താ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ എടുത്ത കോൺഗ്രസ് നേതൃത്വം എടുത്ത നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട്.
അതിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒന്ന് വി ഡി സതീശനാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരാതിക്കാരില്ല, തെളിവുകളില്ല, പോലീസിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്നുള്ള വസ്തുത അത് ഈ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ വളരെ ഉത്തമമായ, ഉദാത്തമായ, അല്ലെങ്കിൽ വളരെ പ്രശംസനീയമായ ഒരു നടപടിയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് ഈ കാര്യത്തിൽ. കാരണം ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നപ്പോ, ആ ആരോപണം ഒരു സ്ത്രീകൾ നേരിട്ട അക്രമത്തെ കുറിച്ചൊരു ആരോപണം വന്നപ്പോ അവർ നടപടിയെടുത്തു. സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ, ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തല കുനിഞ്ഞു പോകരുത് എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അവരത് എടുത്തത്. ബട്ട് അത് വസ്തുതാപരമായി നിലനിൽക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടിയുടെ പ്രതിഷേധങ്ങൾ, അത് കോൺഗ്രസ് നേതൃത്വം കാണുന്നുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി അങ്ങനെ മാറ്റി നിർത്തേണ്ട, ഈ കളിയൊന്നും മാറ്റി കളിക്കാനുള്ള നീക്കം മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അയാൾ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അയാൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കേണ്ട വ്യക്തിയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല.